ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്നത് പാഞ്ചാലിമേടിലോട്ടാണ് കേട്ടോ. അപ്പോൾ പാഞ്ചാലിമേട് പെട്ടെന്നുണ്ടായ ഒരു ഡെസ്റ്റിനേഷനാണ്. കാരണം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് നമ്മളിങ്ങനെ ഒരു ബോർഡ് കണ്ടത്. പാഞ്ചാലിമേട് 4.5 കിലോമീറ്റേഴ്സ് കണ്ടത്. അപ്പോൾ നമ്മുടെ റൂട്ടും ഇങ്ങോട്ടുള്ള റൂട്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും നമ്മൾ പെട്ടെന്ന് റൂട്ട് മാറ്റി പിടിച്ച് ഗൈസ്. നട്ടുച്ച സമയമായത് കാരണം ഭയങ്കര വെയിലായിരുന്നു ഗൈസ്. പക്ഷേ ഇവിടുത്തെ ഈ ഒരു സ്കൈ ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് അങ്ങോട്ടേക്ക് പ്രേരിപ്പിച്ച് ഗൈസ്. അങ്ങനെ നമ്മൾ പാഞ്ചാലിമേട്ടിലോട്ട് എത്തി കേട്ടോ. ഇതാണ് പാഞ്ചാലിമേട്ടിൻ്റെ ആ ഒരു ഫ്രണ്ട് വ്യൂ ഗൈസ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രണ്ട് വ്യൂ കണ്ടെങ്കിലും പക്ഷേ ഭയങ്കര വെയിലായിരുന്നു ഗൈസ്. നിങ്ങൾക്ക് തന്നെ കാണാം, ഒരു ഉച്ച കഴിഞ്ഞ് ഗൈസ്. ആ ഒരു സമയത്താണ് നമ്മളവിടെ ചെല്ലുന്നത്. അപ്പം ഭയങ്കര വെയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങണം എന്നൊരു പ്ലാൻ ഇല്ല. അവിടെ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര വെയിൽ കൂടിയായിരുന്നു. നമ്മൾ വിചാരിച്ചു എല്ലാവരും ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ഒക്കെ ആണല്ലോ വീഡിയോസിലൊക്കെ ഇടുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു വെറൈറ്റിക്ക് നമുക്ക് ഇതിൻ്റെ ഇല്ലിക്കക്കല്ലിൻ്റെ പോലെ തന്നെ പാഞ്ചാലിമേടിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. പക്ഷേ നമ്മൾ അങ്ങോട്ട് ഈ വീഡിയോയുടെ ഈ ബാക്ക് സൈഡ് വ്യൂ കണ്ടങ്ങ് പോകുമ്പോൾ നല്ലൊരു കാറ്റ് കിട്ടും ഗൈസ്. കാറ്റ് കാരണം നമുക്ക് ഈ വെയിലിൻ്റെ അത്ര ആ ഒരു തീക്ഷ്ണത നമുക്ക് അനുഭവപ്പെടില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ബാക്ക് സൈഡ് വ്യൂ കണ്ടിട്ട് ഇപ്പോൾ പോവുകയാണ് ഗൈസ്. നമ്മൾ ഇങ്ങനെ ഇവിടെ കയറണം എന്ന് നമ്മൾ വിചാരിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ വിപുലമായിട്ട് ഞാൻ ഈ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ബാക്ക് സൈഡ് വ്യൂ എന്ന് പറയുമ്പം ആൾക്കാരൊക്കെ കയറി പോകുന്നതൊക്കെ നമുക്ക് താഴെയും തന്നെ കാണാം കേട്ടോ. അപ്പം അത്ര ഒരു പൊക്കോ അങ്ങനെയൊന്നും ആ ഒരു മലയ്ക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ഗൈസ്. താഴെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ആൾക്കാർ കയറി പോകുന്നതാണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഗൈസ്. Come and fly away with me. 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 അങ്ങനെ ആ ബാക്ക് സൈഡ് വ്യൂ കണ്ടിട്ട് നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് മുന്നോട്ട് പോയി നോക്കിയിട്ട് അവിടെ എന്താ കാണാനുള്ളതെന്ന് വിചാരിച്ച് നമ്മൾ പോയി. അവിടെ ഒന്നുമില്ല ഗൈസ്. അവിടെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഈ കാണുന്ന സെയിം മല തന്നെ മുന്നോട്ട്, അത്രയേ ഉള്ളൂ ഗൈസ്. ആകാശമൊക്കെ സെയിം. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നു ഗൈസ്. നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നല്ല കാറ്റ് കിട്ടി ഗൈസ്. അപ്പം നമുക്ക് എന്നാൽ പിന്നെ കയറാം. ഇവിടെ വന്നിട്ട് ഇനിയിപ്പം ഈ ഒരു ഡെസ്റ്റിനേഷൻ മിസ് ചെയ്യേണ്ടാന്നൊരു സാധനം എത്തി ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പാഞ്ചാലിമേടിൻ്റെ എൻട്രൻസിലാണ് കേട്ടോ. അപ്പോൾ ഈ ഗേറ്റ് കിടന്നാൽ നമ്മൾ പാഞ്ചാലിമേട് എത്തി ഗൈസ്. ഇവിടെ നമുക്കൊരു 25 രൂപയാണെന്ന് തോന്നുന്നു ഗൈസ്. 25 രൂപയുടെ നമുക്കൊരു ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ഉള്ളിൽ കയറാൻ വേണ്ടി. പിന്നെ പാഞ്ചാലിമേടിൻ്റെ ഐതിഹ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് പഞ്ചപാണ്ഡവന്മാർ ഇവിടെ പാഞ്ചാലിയായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഐതിഹ്യം പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പ്ലേസിന് പാഞ്ചാലിമേടെന്ന് പറയുന്നതെന്നാണ് കേട്ടോ പറയുന്നത്. ഒരു കഥ പേരാണ് ഗൈസ്. ഷാഡ് പോണ്ടാലോ നട്ടുച്ചക്ക് പാഞ്ചാലി സമയം എത്ര ഇപ്പം? മണവാട്ടി എവിടെ വന്നു? ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ പാഞ്ചാലിമേടിൻ്റെ ഏകദേശം ഏതോ ഒരു പാർട്ട് വരെ എത്തി. ഭയങ്കരമായിട്ട് വരണ്ട് കിടക്കുകയാണ് ഗൈസ്. കാണാമോ? ഭയങ്കര വെയിലാണ്. വരുമ്പോൾ നിങ്ങളെല്ലാവരും ഒരു കുപ്പി വെള്ളവും ഒരു ഷോളും എന്തെങ്കിലുമൊക്കെ എടുത്തോട്ടോ. ഇപ്പോഴാണ് വരുന്നതെങ്കിൽ. ഇവിടെ ഒരു സിപ്പ് ലൈൻ ഉണ്ട് ഗൈസ്. ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ കുറച്ച് സ്ഥലമുണ്ട്. അവിടെ പക്ഷേ എങ്കിൽ കരിഞ്ഞ ഒരു മരമാണ് ഗൈസ്. അതിൻ്റെ അതുകൊണ്ട് ഇവിടെ കണ്ടോ കരിഞ്ഞ് നോക്കുക. എനിക്ക് തോന്നുന്നത് കരിഞ്ഞല്ലോ. ഇതിൻ്റെ ഒരു വയലറ്റ് കളർ ചെടിയാണ്. തീ പിടിച്ച പോലെ ഉണ്ട്. ഞാൻ വിചാരിച്ചു കാട്ടുതീ ഒന്നായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു കാറ്റൊക്കെ ഉണ്ട്, ഒരു മഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു വ്യൂ കിട്ടുന്നൊരു സ്ഥലമാണ് ഗൈസ് ഇത്. നമുക്ക് എന്തായാലും ഇങ്ങോട്ടേക്ക് കയറി നോക്കാം. നമുക്ക് വ്യൂവിലോട്ട് നടന്നു നീങ്ങാം ഗൈസ്. അയ്യോ ഒടുക്കത്തെ പേര്. ഇവിടെ ഒരു കുരിശുണ്ട് ഗൈസ്. പോതപ്പുല്ല്. ഇവിടെ തീ കത്തിയിട്ടുണ്ട് കേട്ടോ. അവശേഷിക്കുന്ന ചാരവും കരിയും. ഇങ്ങനെ കയറി വരുമ്പം ഇവിടെ നല്ല തണുത്ത കാറ്റുണ്ട്. ഇവിടെ കയറി വരുമ്പോൾ ഒരു കാറ്റുണ്ടല്ലേ? അതെ കാറ്റുണ്ടെന്നാണ് ഗൈസ്. ഇതൊക്കെ ഫോട്ടോ എടുക്കാൻ ആൾക്കാർ. എനിക്ക് ഇവിടുത്തെ ആകാശം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിടക്കാച്ചി ആകാശം. ഇവിടെ നമ്മൾ വന്ന ഈ ഒരു സ്പോട്ടിൽ കയറി കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാറ്റിൽ നമുക്ക് ആ വെയിൽ അത്ര അറിയില്ല ഗൈസ്. പിന്നെ ഫോട്ടോസ് എടുക്കാനാണെങ്കിലും വീഡിയോസ് എടുക്കാനാണെങ്കിലും ഭയങ്കര അടിപൊളി ഒരു പ്ലേസാണ് കേട്ടോ. നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിട്ട് ഇതിൽ കിട്ടും ഗൈസ്. പിന്നെ നമുക്ക് കുറച്ച് കാറ്റും തണുപ്പൊക്കെ കിട്ടുമ്പോൾ തന്നെ നല്ലൊരു പീസ് കിട്ടും ഗൈസ്. അപ്പോൾ ആ ഒരു പീസിന് വേണ്ടിയിട്ട് മല കയറിയിരിക്കുകയാണ് ഗൈസ്.
കൊള്ളാട്ടോ. ഇവിടുത്തെ ഈ ആകാശമാണ് മെയിൻ അട്രാക്ഷൻ. എനിക്ക് തോന്നുന്നു ഇത്രയും വെയിലുള്ളപ്പം ഈ ഒരു നല്ല ആകാശം ഉണ്ടെങ്കിൽ, കുറച്ച് തണുത്ത കാറ്റും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ഗൈസ്. ഇപ്പോഴും തണുത്ത കാറ്റുണ്ട്, പക്ഷേ എന്നാലും ഇത്ര ഒരു വെയിലത്ത് മാർച്ച് മാസത്തിൽ ഈ ഒരു സാധനമാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഗൈസ്. ചൂടും കൂടെ കാണില്ലല്ലോ, അപ്പോൾ അടിപൊളിയാണ് ഗൈസ്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഈ കാറ്റ് കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പം നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഈ കാഴ്ചയൊക്കെ കണ്ട് തൊട്ട് താഴത്തെ ആ മരയും മേഘവും ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമ്പം ടൈം പോകുന്നത് നമ്മളറിയില്ല കേട്ടോ. നമ്മളിങ്ങനെ സുഖമായിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിച്ച് പീസാണ് കേസ്. ഇവിടെ നിറയെ പീസാണ്. അപ്പം എങ്ങാനും നമ്മൾ ഈ മലയിൽ കയറാതെ അതിലം വഴി താഴെ കൂടെ തിരിച്ചു പോയിരുന്നെങ്കിൽ നഷ്ടമായി പോയേനെ. കാരണം അടിപൊളിയാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്കാണ് ഒരു കാറ്റിങ്ങനെ വരുന്നത്, എങ്കിലും ആ കാറ്റിന് ഭയങ്കര പ്രത്യേകതയുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ കാമാക്കും ഇവിടുത്തെ കാറ്റും ഈ ഒരു ഹരിതാപവും പച്ചപ്പും ഒക്കെ. അടിപൊളിയാണ് ഗേസ്. അപ്പം നമ്മൾ ഇപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ടോപ്പിലോട്ടാണ് കേട്ടോ. ആദ്യം നമ്മൾ വിചാരിച്ചത് ആ നിരപ്പ് കണ്ടില്ലേ, ഇപ്പം നമ്മൾ ഇരുന്ന് ആ ഒരു പ്ലേസ് വരെ പോയാൽ മതി എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ ആ ഒരു കാറ്റും എഫക്റ്റും കാരണം നമുക്ക് മുകളിലോട്ട് നമ്മൾ തന്നെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സിപ്പ് ലൈനൊക്കെ ഉണ്ട് ഗൈസ്. ആ സിപ്പ് ലൈനാണ് ഇത് ഞാൻ വീഡിയോയുടെ അവസാനം ഇതിൽ സിപ്പ് ലൈനിൽ 2-3 ആൾക്കാർ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സിപ്പ് ലൈനിൻ്റെ ഡിസ്റ്റൻസ് ഏകദേശം കുറച്ചുണ്ട് ഗൈസ്. നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട്. ഇവിടെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ഭാഗമാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു പാഞ്ചാലിയൊക്കെ വന്നപ്പം ഇവിടെ ആയിരിക്കും റെസ്റ്റ് ചെയ്തിരിക്കുക. അല്ലെങ്കിൽ ഇനി ആദ്യം നമ്മൾ കണ്ട ആ ഒരു ആനക്കുട്ടനൊക്കെയുള്ള വെള്ളമുള്ള സ്ഥലത്താണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ എന്തായാലും നല്ല രസമാണ്. ഇവിടെ നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടുന്ന് നമ്മൾ നിൽക്കുന്ന ഇപ്പോൾ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടോ, അതിൻ്റെ അവിടെ നിന്ന് നല്ല കാറ്റ് വരും ഗൈസ്. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റ് വരും. അത് നല്ല രസമാണ് അതുകൊണ്ട് അവിടെ നിൽക്കാൻ വേണ്ടി. പക്ഷേ അവിടെ ഒത്തിരി ആൾക്കാരുള്ള കാരണം നമ്മളങ്ങനെ ഒത്തിരി നേരം അവിടെ ഇരുന്നില്ല. പക്ഷേ ഫോട്ടോയ്ക്കാണെങ്കിലും അടിപൊളി ഫ്രെയിമാണ് ഇവിടെ. അപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വരെയെങ്കിലും നിങ്ങൾ കയറി വരണം കേട്ടോ. വെയിലാണെങ്കിലും എന്താണെങ്കിലും ഇവിടെ വരെയെങ്കിലും നിങ്ങൾ ജസ്റ്റ് കയറി വന്ന് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കുക കേട്ടോ. അടിപൊളിയാണ് ഇവിടെ ഞാൻ കയറി ചെന്നപ്പം ജസ്റ്റ് ഒരു ഫ്രെയിമിന് വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിലെ നടന്നു പോയത്. പക്ഷേ അവിടെ ചെന്ന് നിന്നപ്പം ഉള്ള ആ ഒരു കാറ്റ് ഭയങ്കര രസമാണ് കേസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് പാഞ്ചാലിമേട്ടിൽ എനിക്ക് തോന്നിയ ആ ഒരു സ്ഥലത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഭയങ്കര രസമാണ്. അവിടെ നിന്നുള്ള വ്യൂ ആണെങ്കിലും നമുക്ക് കുറേ നേരം നമ്മൾ പല കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ അവിടെ സ്റ്റക്കായി നിന്ന് പോകുന്നൊരു സ്ഥലമാണ് അത്. അതിൻ്റെ കൂടെ നമ്മുടെ കൂടെ ഈ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ കയ്യിൽ കുറച്ച് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അവർ പാട്ടൊക്കെ വെച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പാട്ടിൻ്റെ വൈബിനനുസരിച്ച് നമ്മുടെ മൈൻഡും മാറി അടിപൊളിയാണ് ശരിക്കും അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടോ. അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞ് മല കയറി പോവാണ് കേസ്. എന്താണ് ടോപ്പിലെന്ന് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കാം കേട്ടോ. ഈച്ച കണ്ണി കയറി ഗൈസ്. അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം അതിൻ്റെ ടോപ്പിലെത്താറായിട്ടോ. ഇവിടുന്ന് എത്തിക്കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇത്രയും അടുത്താണോ നമുക്ക് ഇത്ര സ്കൈ എന്ന് നമുക്ക് തോന്നും കേട്ടോ. കാരണം ഇവിടുത്തെ സ്കൈ ഭയങ്കര പ്രത്യേകതയാണ് ഗൈസ്. ഭയങ്കര അടിപൊളി സ്കൈ ആണ് എന്ന് പറഞ്ഞാൽ കാണാനാണെങ്കിലും ആ സമയത്ത് എനിക്ക് തോന്നുന്നു മഴ പെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാരണം നമ്മൾ കയറിയ ടൈമല്ലല്ലോ, പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഉച്ചയൊക്കെ മാറി ഗൈസ്. കാരണം നമ്മൾ അവിടെ ഇരുന്നുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് ഈ കാറ്റൊക്കെ കാരണം നമ്മളങ്ങനെ ടൈം പോകുന്ന അറിഞ്ഞില്ല. പിന്നെ നമുക്കങ്ങനെ ഒരു ടയേർഡായിട്ടുള്ളൊരു ഫീല് ആ കയറിയ ടൈമിലൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം അടിപൊളിയാണ് കേസ്. നമ്മൾ ആദ്യം വന്ന ആ ഒരു വെയിലിൻ്റെ ആ ഒരു സാധനം പിന്നീടില്ലായിരുന്നു. അതുകൊണ്ട് അടിപൊളിയാണ്. നിങ്ങളെന്തായാലും പാഞ്ചാലിമേട് ഒരു നല്ല ക്ലൈമറ്റ് നോക്കിയിട്ടൊക്കെ വരിക കേട്ടോ. അപ്പോൾ അടിപൊളിയായിരിക്കും. ഇതൊരു മിതമായ ക്ലൈമറ്റാണ്. എന്നിട്ട് നമുക്ക് ഇത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങളൊരു നല്ല ക്ലൈമറ്റ് പിടിച്ച് വരികയാണെങ്കിൽ സൂപ്പറായിരിക്കും ഗൈസ്. നിങ്ങൾക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഈ മഴപ്പൂട് നമ്മുടെ തൊട്ട് മേളിലാണ് പറക്കുന്നത് അല്ലേ? ആദ്യമായിട്ട് മഴപ്പൂടിന് ഇത്രയും അടുത്ത് കാണുന്നത്.
ഇവിടെ നമുക്ക് ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. ഫ്രെയിം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വെച്ചിട്ട് നമുക്ക് എടുക്കാം. മഴക്കാലം അല്ലാത്ത കാരണം ഫ്രെയിമൊക്കെ ഏകദേശം സെയിം തന്നെയായിരുന്നു കേസ്. അതുകൊണ്ട് അത്ര ഒരു അടിപൊളി അല്ലായിരുന്നു. പിന്നെ എൻ്റെ കോസ്റ്റ്യൂമും എൻ്റെ ഷൂ ആയിട്ട് വലിയൊരു കണക്ഷൻ ഇല്ലാത്തത് കാരണം ആൾക്കാരൊക്കെ എന്നെ തന്നെ നോക്കുമായിരുന്നു കേസ്. പിന്നെ നമുക്കത് ശീലമായ കാരണം കുഴപ്പമില്ല. നമ്മളങ്ങനെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ പാഞ്ചാലിമേട് കണ്ടുപോയി നമ്മൾ ഇറങ്ങി പോവാം കേട്ടോ. ഇവിടെ ആദ്യം നമ്മൾ കയറിയപ്പോൾ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വെയിലൊക്കെ കുറവുണ്ട്. പിന്നെ കാറ്റൊക്കെ ഉള്ള കാരണം നല്ല രസമാണ് കേട്ടോ ഇവിടെ വന്നിരിക്കാൻ. ഗൈസ്, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ സിപ്പ് ലൈൻ. അപ്പോൾ ആ സിപ്പ് ലൈനിൽ ഞങ്ങൾ വന്നിട്ട് ആകെ 2 പേര് കയറുന്നത് ഞങ്ങൾ കണ്ടുള്ളൂ. ആ 2 പേരാണ് ഇവർ. ധീരശാലികളായ 2 ചേച്ചിമാരാണ് ഇന്ന് നമ്മുടെ സിപ്പ് ലൈനിൽ പോകുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി കേട്ടോ. തിരിച്ചിറങ്ങി വരുമ്പോൾ ഈ ഇവിടെ ആയിട്ട് നമുക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ ഇവിടുന്ന് കിട്ടും ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ വാങ്ങി ഇവിടുന്ന് വേണമെങ്കിൽ കഴിച്ചിട്ട് പോകാം. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആനക്കുട്ടൻ ഗൈസ്. ആനക്കുട്ടൻ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ വീഴ്ത്തി നല്ല രസമാണ് കേട്ടോ. അതിന് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. അപ്പം നമ്മൾ അങ്ങനെ പാഞ്ചാലിമേട് നിന്ന് ഇറങ്ങിയ ഗൈസ്. കുറേ പേര് ഈ പാഞ്ചാലിമേടിൻ്റെ എൻട്രൻസിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അതിനുള്ളൊരു ഐഡിയ വന്നില്ല. നമ്മൾ അപ്പോഴേക്കും ഇറങ്ങി ഗൈസ്. നമ്മൾ തിരിച്ചു പോയ റൂട്ട് വളഞ്ഞങ്ങാനം വഴിയാണ് കേട്ടോ. വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ആ വാട്ടർഫോൾസ് ആണ് ഇത്. ഇതാണ് കേട്ടോ നമ്മൾ കാണുമ്പോഴുള്ള വളഞ്ഞങ്ങാനം വാട്ടർഫോൾസിൻ്റെ അവസ്ഥ. വെള്ളമൊന്നുമില്ല ഗൈസ്, എല്ലാം വറ്റി വരണ്ട് കിടക്കുകയാണ്. കറക്റ്റ് ടൈം നമ്മൾ വന്നേക്കുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു ചായ സ്പോട്ടിലാണ്. ഇവിടുത്തെ ആംബിയൻസും ഫുഡും ഒക്കെ അടിപൊളിയാണ് ഗൈസ്. ഇവർ ചൂടോടെ നമുക്ക് സെർവ് ചെയ്യും കേട്ടോ. പൈസയും കുറവാണ് ഇവിടെ. നമ്മൾ വാങ്ങിയത് അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള പഴംപൊരിയും ബീഫുമാണ് കേട്ടോ. ഞാൻ ഇത്ര ടേസ്റ്റിൽ പഴംപൊരി ബീഫ് ഇതുവരെ കഴിച്ചിട്ടില്ല ഗൈസ്. ഈ പഴംപൊരി എന്ന് പറയുമ്പോൾ ഭയങ്കര ക്രിസ്പി ആയിട്ടാണ്. ചില ഉഴുന്നുവടയുടെയൊക്കെ നമുക്കിങ്ങനെ ആ ഒരു പുറത്തൊരു ക്രിസ്പിനെസ് ഇല്ലേ, ആ സാധനം ഇവിടുത്തെ പഴംപൊരിക്ക് ഉണ്ടായിരുന്നു ഗൈസ്. അടിപൊളിയാണ്. പിന്നെ ഈ കാണുന്ന തേയിലയാണെങ്കിലും അവിടുത്തെ ആംബിയൻസ് ആണെങ്കിലും ചായ ആണെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു. ഭയങ്കരമായിട്ട് എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് ആ എക്സ്പ്രഷൻ അറിയാമെന്നറിയില്ല, ഞാൻ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്ക് അത്ര എക്സ്പ്രഷൻ ഞാൻ അറിയുള്ളൂ. പക്ഷേ ശരിക്കും അടിപൊളിയായിരുന്നു. നമ്മൾ 2 പ്ലേറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ചൂടോടെയാണ് അവർ നമുക്ക് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാൻ കുറച്ച് ഇതാണ്. പക്ഷേ എന്നാലും കുറച്ച് ടൈം എടുത്ത് നമുക്ക് കഴിക്കാൻ പറ്റും. ഭയങ്കര അടിപൊളിയാണ് ഗൈസ്. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം അവിടുത്തെ ബീഫിനും ആ പഴംപൊരിക്കാണെങ്കിലും. നിങ്ങൾ കേട്ട് നോക്ക് സൗണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഈ ഓടി വരുന്നത് ഈ കടയിലെ ഓണറുടെ മോനാണ് കേട്ടോ. അപ്പോൾ അവൻ നമ്മളുമായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.